ഇപ്പോൾ വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെതിരായിട്ട് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദം മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിയത്. അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി, ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ ഇപ്പൊ നേരത്തെ കേരള പോലീസ് നൽകിയ അതേ റിപ്പോർട്ട്, അതേ കണ്ടെത്തൽ, ആ കണ്ടെത്തൽ തന്നെ ഉണ്ടാകും. കാരണം കേരളത്തിലെ നിരവധി കേസുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ, അത് ആന്തൂരിലെ PK ശ്യാമളയുടെ കേസാണെങ്കിലും തിരുവനന്തപുരത്തെ മേയറുടെ കേസാണെങ്കിലും ഇതിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം സമീപനം, കേരള പോലീസിനെ കൊണ്ട് അങ്ങനെ കേസ് എഴുതി തള്ളിക്കുന്ന സ്ഥിരം സമീപനം, ആ സമീപനം സജി ചെറിയാന്റെ കാര്യത്തിലും അവലംബിക്കും എന്നുള്ള ബലമായ സംശയം ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട്. നീതി സംവിധാനം നിഷ്പക്ഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കുണ്ട്. ഭരണഘടനയോട് കൂറ് പുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ഭരണഘടനയോട് കൂറ് പുലർത്തും എന്ന് പറഞ്ഞ് നടത്തിയ സത്യപ്രതിജ്ഞയ്ക്ക് ഒരടിസ്ഥാനമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് CPM-കാര്. പോളിറ്റ് ബ്യൂറോവും പിണറായി വിജയനും ഒക്കെ ഡൽഹിയിൽ നരേന്ദ്രമോദി മാത്രം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണ്, ഞങ്ങൾക്ക് ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം എന്നുള്ളതാണോ നിലപാട് എന്നുകൂടി വ്യക്തമാക്കണം. അതുകൊണ്ട് ഈ തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ മന്ത്രിസഭയിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. അതുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ ആ മന്ത്രിയെ പുറത്താക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചൂരൽമല ദുരന്തത്തിൽ ഇന്ന് മുഖ്യമന്ത്രി MP-മാരുടെ യോഗമായിരുന്നല്ലോ, അല്ലേ? അപ്പോ ചൂരൽമല ദുരന്തത്തില് മുഖ്യമന്ത്രി MP-മാരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എന്നും ഞാൻ കേട്ടു. എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്, നവംബർ മാസം 13-ാം തീയതി. ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തം, ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം 13-ാം തീയതി നൽകിയതിന് ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞ് 19-ാം തീയതി ഹർത്താൽ നടത്തിയ ആളുകള് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ സലാം പി ഹൈദ്രോസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സലാം പി ഹൈദ്രോസിനായിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വലിയ സംശയം. ഞാൻ അതുകൊണ്ടാണ് സലാം പി ഹൈദ്രോസിന്റെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയിട്ട് ടിങ്കു ബിസ്വാളിന്റെ കത്ത്, ടിങ്കു ബിസ്വാൾ എഴുതിയത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ആണ് ദുരന്തബാധിത പ്രദേശം എന്ന് പറഞ്ഞത്. ഈ റിയാസ് മന്ത്രിയും സിദ്ദിഖ് MLA-യും കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആകെ 3 വാർഡിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അത് വലിയ അവഹേളനവും മാപ്പു പറയലും ഒക്കെ ആയി.
അതുകൊണ്ട് സലാം പി ഹൈദ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇന്നിപ്പോ പറഞ്ഞത് റിയാസ് ഈ സജി ചെറിയാന്റെ കാര്യമാണ്. എങ്കിൽ അന്നെന്തിന് രാജിവെച്ചു? അതിനൊരു മറുപടി വേണമല്ലോ. അന്ന് കുറ്റം ചെയ്തത് കൊണ്ട് തന്നെയാണ് രാജിവെച്ചത്. കുറ്റം ചെയ്ത ഒരു മന്ത്രി ഭരണഘടനയെ അവഹേളിച്ചതിന്റെ പേരിൽ രാജിവെച്ചതിന് ശേഷം പോലീസിനെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി, പോലീസിനെ കൊണ്ട് തനിക്കാവശ്യമുള്ള തരത്തിലുള്ള റിപ്പോർട്ടുണ്ടാക്കി, ആ റിപ്പോർട്ടുണ്ടാക്കി കൊടുപ്പിച്ചതിന് ശേഷം അതിന്റെ പേര് പറഞ്ഞ് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്ന ആൾ ഇപ്പോ ഇതുപോലത്തെ ന്യായങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അത്രയും വിഡ്ഢികളാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന്. വി ഡി സതീശന് വിചാരധാരയെ അറിയില്ല, ജവഹർലാൽ നെഹ്റുവിനും അറിയില്ല എന്നാണ് എന്റെ അർത്ഥം. ഇതരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.